നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാനുള്ളത് എന്നാണ്. ഓക്കെ, എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ ആദ്യമേ പഠിച്ച സിമ്പിൾ സിസ്റ്റം ആയാലും അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് ആയാലും റെഡ്യൂസ്ഡ് ആംബിയൻറ്റ് റീജനറേറ്റീവ് എനി ടൈപ്പ് ഏതായിക്കഴിഞ്ഞാലും നമ്മൾ അവിടെ എല്ലാം വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് ഒരേ പാറ്റേൺ ആണ്. എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത് യൂസിങ് TS ഡയഗ്രാംസ് ആയിരിക്കും. ഏറ്റവും കോമൺലി യൂസ് ചെയ്യാറുള്ള മെത്തേഡ് അത് തന്നെയാണ്. TS ഡയഗ്രം യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഓക്കെ, സോ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴത്തേക്കും അതിന് മുമ്പ് അതിനകത്ത് വരാറുള്ള യൂഷ്വലി കൺസിഡർ ചെയ്യേണ്ട കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പം അത് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ. ഓക്കെ, നമ്മുടെ പ്രോബ്ലത്തിൽ എന്തായാലും റെഫ്രിജറേഷൻ ഒരു യൂണിറ്റ് കാരണം യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം റെഫ്രിജറേഷൻ്റെ ഏതൊരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ യൂണിറ്റ് ഡിഫൈൻ ചെയ്യാറുള്ളത് ടൺസ് ഓഫ് റെഫ്രിജറേഷനിലാണ്. ടൺസ് ഓഫ് റെഫ്രിജറേഷൻ. ഓക്കെ, എന്താണ് ഈ ടൺസ് ഓഫ് റെഫ്രിജറേഷൻ? നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ TR എന്നാണ്. ഓക്കെ, എന്താണ് 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ? നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ്. The amount of refrigeration effect produced by the uniform melting of 1 ton of ice at 0 degrees Celsius to 0 degrees Celsius in 24 hours. ഇതാണ് നമ്മൾ ടൺസ് ഓഫ് റെഫ്രിജറേഷൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. അതായത് കാര്യം ഇതാണ്, 1 ടൺ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം എന്ന് വരും. ഓക്കെ, ദെൻ 0 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്രത്തോളം ഹീറ്റ് എനർജിയാണോ അബ്സോർബ് ചെയ്യുന്നത്. നമുക്കറിയാം ഐസ് വാട്ടറായിട്ട് മാറുന്നത്, അതായത് മെൽറ്റിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ്. സോ 0 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണോ അബ്സോർബ് ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് തണുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതൊരു മീഡിയം ഉണ്ടോ ആ മീഡിയത്തിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഐസ്ക്രീം കൊണ്ടുകൂടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഐസ്ക്രീമിൽ നിന്ന് ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലാണ്, എനിക്ക് എൻ്റെ ഫ്രോസൺ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ആ ഐസ്ക്രീമിൽ നിന്ന് വേണം ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ. ഐസ്ക്രീമിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വേണം അതിനെ ഫ്രോസൺ സ്റ്റേറ്റിലോട്ട് മാറ്റാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ആ ഹീറ്റ് വേറെ ഏതെങ്കിലും ഒരു മീഡിയം അബ്സോർബ് ചെയ്യണം. എനിക്ക് തണുപ്പിക്കാനുള്ളത് ഐസ്ക്രീമിൻ്റെ ഇപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ഫോമിനെയാണ്. അപ്പോൾ അതിനെ തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീഡിയം വന്നിട്ട് അതിനകത്തുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് മാറ്റണം അല്ലേ. ആ ഹീറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് ഞാൻ ഈ പറഞ്ഞ ഐസ്ക്രീമിൻ്റെ ആ ഒരു ലിക്വിഡ് ഫോമിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. കറസ്പോണ്ടിങ്ങിൽ ഐസ് നമ്മുടെ ഫ്രോസൺ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുമായിരിക്കും ഐസ്ക്രീം. ഓക്കെ, സോ 0 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ദാറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഫേസ് ചേഞ്ച് പ്രോസസ്സാണ്. ടെമ്പറേച്ചറിന് ചേഞ്ച് ഒന്നുമില്ല, ഫേസ് ചേഞ്ച് മാത്രം നടക്കുന്ന പ്രോസസ്സ്. ഒരു ഫേസ് ചേഞ്ച് പ്രോസസ്സിൽ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ഇറ്റ് ഈസ് കോൾഡ് ലേറ്റൻറ്റ് ഹീറ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസ് ഒരു ക്യാനിലെടുത്ത് ഞാൻ ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആദ്യം ഞാൻ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ 0 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന വാട്ടർ ഐസ് നേരിട്ട് 1 ഡിഗ്രി സെൽഷ്യസിലെ ഐസായിട്ടല്ല കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? വിൽ കൺവേർട്ട് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായിട്ട് കൺവേർട്ട് ആവും അല്ലേ. അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ കൊടുക്കുന്ന ഹീറ്റ് വെച്ച് അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡ്, അതായത് നമ്മുടെ വാട്ടറായിട്ട് മാറും. 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ബോയിലിംഗ് വാട്ടറായിട്ട് മാറും. ദെൻ വീണ്ടും ഞാൻ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്ത് പറ്റും? അത് വീണ്ടും അതിൻ്റെ ഫേസ് ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യും. ഏത് ഫേസ് ചേഞ്ച്? 100 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡ് ഫോമിൽ നിന്ന് തിരിച്ച് 100 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ഈ ഹീറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ആദ്യം 0 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്രത്തോളം ഹീറ്റാണോ അബ്സോർബ് ചെയ്തത് ആ ഹീറ്റാണ് നമ്മൾ അതിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയും. ദെൻ 0 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വാട്ടറിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ, അതായത് ജസ്റ്റ് ടെമ്പറേച്ചർ മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ എന്ത് പറയും? കോൾ ദാറ്റ് ആസ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയും. ദെൻ അഗെയിൻ 100 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസ് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയും. ഇതിൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സുകളാകുമ്പോഴത്തേക്കും
ഹീറ്റിംഗ് വരുമ്പോൾ നമ്മൾ ലേറ്റൻ ഹീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുന്നത്, ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, അതായത് എത്രത്തോളം ഹീറ്റ് ആണ് അതിൻ്റെ തിരിച്ചുള്ള കൺവേർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, ദെൻ സോ നമ്മുടെ ടൺസ് ഓഫ് റെഫ്രിജറേഷൻ, അതായത് 0 ഡിഗ്രി സെൽഷ്യസിക്കുന്ന വാട്ടർ ഐസിൻ്റെ കൺവേർഷനാണ്. സോ 1 ടൺ, അതായത് 1000 കിലോഗ്രാം ഓഫ് ഐസ് അതിൻ്റെ ഈ ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റാണോ അബ്സോർബ് ചെയ്തത്, അബ്സോർബ് ചെയ്ത ഹീറ്റ് ദാറ്റ് മീൻസ് ദ ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ആണ് ചോദിക്കുന്നത്. അതിൻ്റെ വാല്യൂ ഈസ് 335 കിലോ ജൂൾസ് എന്നുള്ളതാണ് ആ ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസിൻ്റെ വാല്യൂ. ഓക്കെ, ഇത് 1 kgയുടെയാണ് ഇൻറ്റു 1000 kg ഇൻ 24 hour. അതാണ് 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ്റെ കൺവേർഷനായിട്ട് വരുന്നത്. ഈ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ കിടക്കുന്നത് 24 hours-ലാണ്. നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ കിലോ ജൂൾസ് പെർ അവറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് പക്ഷേ റെഫ്രിജറേഷൻ്റെ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഈ യൂണിറ്റിന് പെർ മിനിറ്റിൽ വേണ്ടി വരും. ചില സമയത്തിൽ നമ്മൾ SI യൂണിറ്റ്സ്, അതായത് പെർ സെക്കൻഡ്സിലായിട്ട് വേണ്ടി വരും. സോ അതിൻ്റെ ഓരോ കൺവേർഷൻസ് ആണ് ഇനി പറയുന്നത്. ആദ്യം ഇതിപ്പോൾ സോൾവ് ചെയ്താൽ 1000 × 335 ഡിവൈഡഡ് ബൈ 24 നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1000 × 335 ഡിവൈഡഡ് ബൈ 24 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇസ് 13.958. ഞാൻ 96 എടുക്കുന്നു. 13.96 കിലോ ജൂൾസ് പെർ അവർ എന്നൊരു യൂണിറ്റിൽ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ കോമൺലി ഇൻറ്റു 10³ ഉണ്ട്. 13.96 × 10³ കിലോ ജൂൾസ് പെർ അവർ എന്നൊരു യൂണിറ്റിലാണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും, 14,000. അതായത് 13.96 എന്നുള്ളതിന് ഞാൻ 14 എടുക്കുന്നു, ഇൻറ്റു 10³ എന്നുള്ളതിന് 1000 കൊടുക്കുന്നു. സോ 14,000 കിലോ ജൂൾസ് പെർ അവർ എന്ന യൂണിറ്റ് ആയിരിക്കും നമ്മൾ പെർ അവറിൽ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി അതല്ല നമുക്കിത് പെർ മിനിറ്റിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇറ്റ് വിൽ ബി അഗെയിൻ ഡിവൈഡഡ് ബൈ 60. 24 hours എന്നുള്ളതിന് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനാകുമ്പോഴത്തേക്കും എന്ത് വരും, ഒരു ഡിവൈഡ് ബൈ 60 കൂടെ വരും. ഡിവൈഡ് ബൈ 60 ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് 232.63 കിലോ ജൂൾസ് പെർ മിനിറ്റ് എന്ന് കിട്ടും. അതിനെയും നമ്മൾ സ്യൂട്ടബിളായിട്ട് വേറെ ഒരു യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും, വിച്ച് ഈസ് 210 കിലോ ജൂൾസ് പെർ മിനിറ്റ്. ഇതായിരിക്കും നമ്മൾ കാൽക്കുലേഷൻസിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് ആയിരിക്കും റെഫ്രിജറേഷനിലെ മിക്കവാറും എല്ലാ ടൈപ്പ് ഓഫ് സിസ്റ്റം നമുക്ക് ആവശ്യം വരുന്നത്. കാരണം അവിടെ എല്ലാം ഇതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകുന്നത്. കറക്റ്റായിട്ട് ഈ 100 കിലോ ഒരു മാസ് വാല്യൂ ആയിരിക്കില്ല പറയുന്നത്, അവിടെ എല്ലാം മാസ് ഫ്ലോ റേറ്റ് വാല്യൂസ് ആയിരിക്കും പറയുന്നത്. സോ ആ മാസ് ഫ്ലോ റേറ്റ് വാല്യൂസ് എപ്പോഴും കൂടുതലായിട്ടും ഡിഫൈൻ ചെയ്യാറുള്ളത് പെർ മിനിറ്റിലാണ്. അത് ഒരു മിനിറ്റിൽ എത്രത്തോളം മാസ് ഓഫ് റെഫ്രിജറൻ്റ് ആണ് ഫ്ലോ ചെയ്തത് എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ടല്ല ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ 210 കിലോ ജൂൾസ് പെർ മിനിറ്റ് എന്ന യൂണിറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല നമ്മുടെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സിറ്റുവേഷൻസ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, എഗെയിൻ ഈ വാല്യൂവിന് ഒരിക്കൽ കൂടെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൻഡ് വിൽ ബി ഗെറ്റിംഗ് 3.85 കിലോ ജൂൾസ് പെർ സെക്കൻഡ് എന്ന യൂണിറ്റിൽ കിട്ടും. അതിനെയും നമ്മൾ കൺവീനിയൻ്റ് എടുക്കുന്ന വാല്യൂ 3.5 കിലോ ജൂൾസ് പെർ സെക്കൻഡ് ഓർ കിലോ ജൂൾസ് പെർ സെക്കൻഡിന് വരെ കിലോ വാട്ട്സ്. സോ ഇത്രയുമാണ് റെഫ്രിജറേഷൻ സൈക്കിൾസിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ, അതിൻ്റെ കൺവേർഷൻസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസീസ് ആണ്. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസീസ് നമുക്കറിയാം, റെഫ്രിജറേഷൻ്റെ സൈക്കിളിൽ നമ്മൾ ഐഡിയലി പറയുമ്പോഴത്തേക്കും എല്ലാം ഐസെൻട്രോപ്പിക് പ്രോസസ്സായിട്ടാണ് പറയുന്നത്. ഏതൊക്കെ, കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ, ഈ രണ്ട് പ്രോസസ്സുകൾ. പക്ഷേ ആക്ച്വൽ പ്രോസസ്സ് വരുമ്പോഴത്തേക്കും ഇതൊന്നും ഐസെൻട്രോപ്പിക് ആയിരിക്കില്ല. ദെയർ വിൽ ബി ഡീവിയേഷൻസ്. നമ്മൾ ആ ഡീവിയേഷൻസിനെ സാധാരണ മെൻഷൻ ചെയ്യാറുള്ളത് അതിൻ്റെ എഫിഷ്യൻസീസ് ആയിട്ടാണ്. അതായത് എഫിഷ്യൻസി ഓഫ് കംപ്രഷൻ, എഫിഷ്യൻസി ഓഫ് എക്സ്പാൻഷൻ എന്ന രീതിയിൽ, ഓർ ഇൻ അതർ ടേംസ് എഫിഷ്യൻസി ഓഫ് കംപ്രസർ ആൻഡ് എഫിഷ്യൻസി ഓഫ് ടർബൈൻ എന്ന രീതിയിലായിട്ട്. ഓക്കെ, സോ ഞാനൊരു സാമ്പിൾ ഒരു TS ഡയഗ്രാം വരയ്ക്കാം. ഇങ്ങനെ രണ്ട് പ്രഷർ ലൈൻസ്, TS ഡയഗ്രത്തിലെ രണ്ട് പ്രഷർ ലൈൻസ്. സോ ഈ 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് ഞാനതിനെ കംപ്രസ് ചെയ്യുവാണ് ഐസെൻട്രോപ്പിക്കലായിട്ട്. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. TS ഡയഗ്രത്തിലാകുമ്പോഴത്തേക്ക് ഐസെൻട്രോപ്പിക് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും വിൽ ബി വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ. ദെൻ അതേപോലെ തന്നെ ഞാൻ 2 to 3 ഏതൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രോസസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 തിരിച്ച് P1 എന്ന് പറയുന്ന പോയിന്റിലോട്ട് തന്നെ, P1 എന്ന് പറയുന്ന ആദ്യത്തെ പ്രഷർ ലൈനിലോട്ട് തന്നെ
ഒരു എക്സ്പാൻഷൻ പ്രോസസ്സും കൂടെ ക്യാരി ഔട്ട് ചെയ്തു. സോ 3 to 4. സോ 1 to 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കംപ്രഷൻ പ്രോസസ്സ് ആൻഡ് 3 to 4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പാൻഷൻ പ്രോസസ്സ്. ഇത് രണ്ടും ഐസെൻട്രോപ്പിക് പ്രോസസ്സുകളാണ്. ഇൻ ആക്ച്വൽ കേസ് ഈ പ്രോസസ്സുകൾ ഇപ്പം ഐസെൻട്രോപ്പിക് ആയിരിക്കില്ല, ദർ വിൽ ബി ഡീവിയേഷൻ. ഡീവിയേഷൻ വരുമ്പോൾ എങ്ങനെ വരും? 1 to 2 എന്ന് പറഞ്ഞ കംപ്രഷൻ പ്രോസസ്സ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും, സ്ട്രൈറ്റ് ലൈൻ മാറിയിട്ട് ഇറ്റ് വിൽ ബിക്കം എ കർവ്. എനിക്ക് അങ്ങനെ കിട്ടിയ പോയിൻറ്റ് 2' ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ 3 to 4 എന്ന് പറയുന്ന എക്സ്പാൻഷൻ പ്രോസസ്സ്, അതും ഐസെൻട്രോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, 3 to 4' എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ടെമ്പറേച്ചർ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, സോ ദിസ് ഈസ് T2', T2, ദെൻ ഇവിടെ T4' ആൻഡ് T4. ഇനി ഞാൻ ആദ്യത്തെ പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നു, അതായത് കംപ്രസർ. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ എന്നുള്ളതിന് നമ്മളിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ഐസെൻട്രോപ്പിക് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്ന ടേം എപ്പോഴും 1നെക്കാളും താഴോട്ട് നിൽക്കേണ്ട ഒരു ടേമാണ്. നമ്മൾ 100% എഫിഷ്യൻസി ആകുമ്പോഴാണ് 1 എന്ന വാല്യൂ വരുന്നത്. ഓക്കെ, സോ വെൻ എഫിഷ്യൻസിയുടെ വാല്യൂ 1നെക്കാളും താഴോട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലെസർ ക്വാണ്ടിറ്റി ആയിരിക്കണം, അല്ലേ? സോ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ ഇതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇഫ് ദാറ്റ് കംപ്രഷൻ പ്രോസസ് വാസ് ക്യാരിഡ് ഔട്ട് ഐസെൻട്രോപ്പിക്കലി, ഐഡിയൽ ആയിട്ടുള്ള ഐസെൻട്രോപ്പിക് ആയിട്ടാണ് ക്യാരി ഔട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ പറയുവാണെങ്കിൽ ഐസെൻട്രോപ്പിക് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? ഇനിഷ്യലി അത് 1 ആയിരുന്നു, ഇറ്റ് ബിക്കെയിം 2. സോ 1 എന്ന് പറയുമ്പോഴത്തേക്കും ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 ആണ്, ഫൈനൽ ടെമ്പറേച്ചർ T2 ആണ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ നമ്മൾ പോസിറ്റീവ് വാല്യൂസിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം T2 മൈനസ് T1 എന്ന് വരും, ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതായത് ഐസെൻട്രോപ്പിക്കൽ അല്ലാതെ ഉള്ള ആക്ച്വൽ പ്രോസസ്സിൽ വരുന്ന ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഏതായിരിക്കും? T2' മൈനസ് T1 ആയിരിക്കും, T2' മൈനസ് T1. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ T2' എന്ന് പറയുന്നത് T2വിനേക്കാളും ഹയർ വാല്യൂ ആണ്, T1 രണ്ടിടത്തും സെയിം വാല്യൂ ആണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിരിക്കും ഹയർ വാല്യൂ, ഓർ ഇൻ അതർ ടേംസ് എഫിഷ്യൻസി വിൽ ബി ലെസ് ദാൻ 1. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് അടുത്തത് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ ഉണ്ട്. സോ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ നേരെ ഇൻവേഴ്സ് ആണ്, അതായത് ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഐസെൻട്രോപ്പിക് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എന്ത് വരും? നമ്മുടെ എക്സ്പാൻഷൻ പ്രോസസ്സ് 3 to 4 ആണ്. 3 to 4 പ്രോസസ്സിലുള്ള ആക്ച്വൽ ഇൻക്രീസ് എത്രയായിരുന്നു? T3 മൈനസ് T4'. നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് T3 മൈനസ് T4' എന്ന് വന്നത്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താവും? T3 മൈനസ് T4, അതായത് ഐസെൻട്രോപ്പിക് ആയിട്ടുള്ള ഇൻക്രീസ് നടക്കുമ്പോഴുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് T3 മൈനസ് T4 എന്ന് വരും. ഹിയർ ഓൾസോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ T4' എന്ന് പറയുന്നതാണ് ഹയർ വാല്യൂ, അല്ലേ? T4' എന്ന് പറയുന്നതാണ് ഒരു ഹയർ ടെമ്പറേച്ചർ. സോ T3 നിന്ന് T4' ഒരു ഹയർ ടെമ്പറേച്ചറാണ് കുറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂമറേറ്റർ വാല്യൂ വിൽ ബി ലെസ് ദാൻ ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പം വീണ്ടും നമുക്ക് എഫിഷ്യൻസിയുടെ വാല്യൂ 1ൽ താഴെയുള്ളൊരു വാല്യൂ ഇത്. ഇതാണ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ ആൻഡ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ. നമ്മൾ വരുന്ന പ്രോബ്ലംസിലെല്ലാം നമുക്ക് ഈ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സിംപ്ലി കംപ്രഷൻ പ്രോസസ് എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പ്രഷർ ലൈൻസ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി, യു വിൽ ഗെറ്റ് ദി സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് കിട്ടും. പക്ഷേ ആക്ച്വൽ പ്രോസസ്സിൽ ഇതിൻ്റെ ഡീവിയേഷൻസ് വരുന്നത് കൊണ്ടാണ് എഫിഷ്യൻസീസ് എപ്പോഴും ടർബൈൻ്റെയും കംപ്രസറിൻ്റെയും മെൻഷൻ ചെയ്യുന്നത്, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എത്രയാണെന്നുള്ളത്. ഓക്കെ, ദെൻ ഇത് രണ്ടും കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ
എയർക്രാഫ്റ്റ് സൈക്കിളിലെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. മെയിൻലി നമ്മൾ എപ്പോഴും വരുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റാം എയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ റൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഒരു ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ദെൻ സെക്കൻഡ് വൺ റാമിംഗ് കണ്ടീഷൻ. ഓക്കെ, സോ റാമിൻ്റെ കണ്ടീഷൻ ഞാൻ 1, 2 എന്ന് മാർക്ക് ചെയ്യുന്നു. ദെൻ 2 നിന്ന് 3 നമ്മുടെ കംപ്രഷൻ പ്രോസസ്സ്. സോ ഞാനിപ്പോൾ എല്ലാ ഐസെൻട്രോപ്പിക് എടുക്കുന്നു. ദെൻ കംപ്രഷൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പാസ് ചെയ്യും. ആദ്യത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ എപ്പോഴും നമ്മൾ റാം എയർ യൂസ് ചെയ്തായിരിക്കും തണുപ്പിക്കുന്നത്. സോ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന് ശേഷമുള്ള പോയിന്റ് 4 എന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം നമ്മുടെ ക്യാബിൻ കണ്ടീഷനിലോട്ട് അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുന്നു. ഓക്കെ, സോ 3 to 4 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. 3 to 4 പ്രോസസ്സിൽ എത്രത്തോളം ഹീറ്റാണോ റിമൂവ് ചെയ്ത് കളഞ്ഞത് അത്രയും ഹീറ്റാണ് അത്ര ഹീറ്റാണ് നമ്മൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രോസസ്സിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നത്. സോ T3 - T4 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് നമ്മൾ ആക്ച്വലി ആ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സിൽ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും റാം എയർ യൂസ് ചെയ്തിട്ടായിരിക്കും പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചർ റൺ ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻസ് നമ്മൾ ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റാം എയർ ആണ്. അതായത് T2 എന്ന കണ്ടീഷനിലിരിക്കുന്ന എയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു കൂളിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ശരിക്കും ഉണ്ടായ ഡ്രോപ്പ് ഇൻ ടെമ്പറേച്ചർ, അതായത് ആക്ച്വൽ ഡ്രോപ്പ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T3 - T4 ആണ്. ഇനി ഇതിന് പകരം എനിക്ക് മാക്സിമം ഏത് ലെവൽ വരെ അതിന് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇങ്ങനെ രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ പോകുന്നു. ഇതിന് പുറത്തേക്ക് ഞാൻ സപ്ലൈ ചെയ്യുന്നത് T2 എന്ന് പറയുന്ന കണ്ടീഷനിലെ എയറാണ്. അതിങ്ങോട്ട് മൂവ് ചെയ്തപ്പോഴത്തേക്കും T3 കണ്ടീഷനിലിരുന്ന എയറിൽ നിന്ന് T4 ആയിട്ട് അത് മാറി. ഞാൻ അതിന് സപ്ലൈ ചെയ്തത് T2 എന്ന് പറയുന്ന എയറാണ്. ദിസ് ഈസ് ദി കൂളിംഗ് പ്രോസസ് ആൻഡ് ഇവിടെ ഹീറ്റിംഗ് പ്രോസസ്. അതായത് T2 എന്ന് പറയുന്ന എയർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ തണുപ്പിക്കാൻ നടത്തിയത്. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ T3 - T4 എന്ന് പറയുന്നതാണ് ആക്ച്വലി അവിടെ ഉണ്ടായ ടെമ്പറേച്ചർ ഡ്രോപ്പ്. പക്ഷേ എനിക്ക് മാക്സിമം ഏത് ലെവൽ വരെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു? T3 എന്ന് പറയുന്നതാണ് എന്തായാലും ഇൻലെറ്റ് കണ്ടീഷൻ. അതായത് T3 എന്ന് പറയുന്ന കണ്ടീഷനിലെ എയർ ആയിരിക്കും നമ്മൾ ആ ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടെ അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഇതിനെ തണുപ്പിക്കാൻ ഞാൻ യൂസ് ചെയ്തത് T2 എന്ന് പറയുന്ന കണ്ടീഷനിലെ എയർ. ഓക്കെ, അതായത് T3 - T2 എന്ന് പറയുന്നൊരു വാല്യൂ, അതാണ് മാക്സിമം എത്രത്തോളം വരെ എനിക്ക് അതിനകത്ത് നിന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. ഒരിക്കലും അത് മാച്ച് ആവില്ല. കാരണം നമുക്കറിയാം ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. T3 എന്ന് പറയുന്നത് 90 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. T2 എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ 90 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന എയറിന് ഞാനൊരു 30 ഡിഗ്രി സെൽഷ്യസിലെ എയർ യൂസ് ചെയ്തിട്ട് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് ഔട്ട് കിട്ടുന്നത് ലൈക്ക് ഒരു മാക്സിമം ഒരു 60 ആയിരിക്കും എന്ന് വിചാരിക്കുക. 90 ഡിഗ്രി സെൽഷ്യസിലുണ്ടായിരുന്ന എയറിന് ഞാനൊരു 30 ഡിഗ്രി സെൽഷ്യസിലെ എയർ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്ലെറ്റ് കിട്ടുന്നത് ഒരു 60 ഡിഗ്രി സെൽഷ്യസിലെ എയർ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ആക്ച്വൽ കിട്ടിയ വാല്യൂ 90 - 60 എന്നുള്ളത്. ഇതിന് പകരം എനിക്ക് മാക്സിമം എത്ര വരെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു? ഫുള്ളായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ എനിക്ക് 90 എന്നുള്ള ടെമ്പറേച്ചറിനെ T2 കൊടുക്കാനും പറ്റും. T2 ഉണ്ടായിരുന്ന 30 എന്നുള്ള ടെമ്പറേച്ചറിനെ എനിക്ക് T3 മാറ്റാനും പറ്റുമായിരുന്നു. അതായത് T4 മാറ്റാനും പറ്റുമായിരുന്നു അല്ലേ? അപ്പം ആ ഒരു മാക്സിമം എത്രത്തോളം ഹീറ്റായിരുന്നു നമുക്ക് പോസിബിൾ ആവുന്നത്, മാക്സിമം പോസിബിൾ ഡ്രോപ്പ് ഇൻ ടെമ്പറേച്ചർ, ഇതിനെയാണ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ഡിനോമിനേറ്ററിലെ ടൈം, അതായത് 90 എന്ന ടൈമിന് എനിക്ക് ഒരിക്കലും 30 ആക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം 90 മാക്സിമം പോയൊരു 45 ആക്കാൻ പറ്റും. ഇത് 45 ആകുമ്പോഴത്തേക്കും ഇവിടെയും 45 ആവും. പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വൺ മോർ റിലേഷൻ നമുക്കറിയാവുന്നത് തന്നെയാണ്. ഫോർ ആൻ ഐസെൻട്രോപ്പിക് പ്രോസസ് ഫ്രം സേ 1 to 2 വരെയുള്ള ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സ് കൺസിഡർ ചെയ്യുവാണ് എങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചേഴ്സും പ്രഷറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇങ്ങനെയാണ്: T2 / T1 = P2 / P1 റൈസ് ടു ഗാമ - 1 / ഗാമ.
ഈ റിലേഷൻ നമ്മൾ തെർമോഡൈനാമിക്സിൽ ഡിറൈവ് ചെയ്യുന്നതാണ് ഫോർ ആൻ ഐസെൻട്രോപിക് പ്രോസസ്സ്. ഓക്കെ, അതായത് പി വി റേഷ്യോ ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന ഇക്വേഷനിൽ വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ കിട്ടുന്ന ഒരു ഫോമാണിത്. T2/T1 is equal to P2/P1 raised to gamma minus 1/gamma, where gamma is the isentropic index. സോ ഈ 4 റിലേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എയർക്രാഫ്റ്റ് സൈക്കിളിൽ ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും.